Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. റൂഫ് ടോപ്പ് സോളാർ പാനലുകളുള്ള 54,000-ലധികം വീടുകൾക്ക് ഈ ജനുവരിയിൽ MHRCയുടെ 100 പൗണ്ട് പിഴ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഉപയോഗിക്കാത്ത വൈദ്യുതി നാഷണൽ ഗ്രിഡിലേക്ക് വിറ്റ് ലഭിക്കുന്ന വരുമാനം പലരും നികുതി യോഗ്യമാണെന്ന് അറിയാതെ പോകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ജനുവരി 31-നകം സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് നികുതി കുടിശ്ശികയില്ലെങ്കിലും പിഴ ബാധകമാകും. സ്മാർട്ട് എക്സ്പേർട്ട് ഗ്യാരണ്ടി പദ്ധതിയിലൂടെ സോളാർ പാനൽ ഉടമകൾക്ക് വർഷം ശരാശരി 300 പൗണ്ട് വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. 2025-ൽ റെക്കോർഡ് ഇൻസ്റ്റലേഷനുകൾ നടന്നതോടെ UK-യിൽ ഇപ്പോൾ ഏകദേശം 16 ലക്ഷം വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വരുമാനം ഫ്രീലാൻസ് ജോലി, ചെറിയ ബിസിനസ് മുതലായ മറ്റു വരുമാനങ്ങളുമായി ചേർന്നാൽ HMRCയുടെ 1000 പൗണ്ട് ടാക്സ് ഫ്രീ ട്രേഡിംഗ് അലവൻസ് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഏകദേശം 6 ലക്ഷം സോളാർ ഉടമകൾക്ക് ഇത് ബാധകമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എയർ ഇന്ത്യ വിമാനാപകടത്തിൽ വൻ വെളിപ്പെടുത്തലുമായി വിസിൽ ബ്ലോവർ റിപ്പോർട്ട്. തകർന്ന വിമാനത്തിന് വർഷങ്ങളായി ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2022-ൽ തന്നെ വിമാനത്തിൽ വലിയ ഇലക്ട്രിക്കൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി അമേരിക്കൻ സെനറ്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. പല പ്രധാന സിസ്റ്റം ഭാഗങ്ങളും വീണ്ടും മാറ്റി വിമാനം ഇന്ത്യയിൽ എത്തിയ ആദ്യ ദിവസം മുതൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. 11 വർഷം പ്രശ്നങ്ങൾ തുടരുന്നു. തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 2022 ഏപ്രിൽ ലാൻഡിംഗ് ഗിയറുമായി ബന്ധപ്പെട്ട പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിമാനത്തിന്റെ തകരാറുകൾ വിശദമായ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. UK-യിലെ പണപ്പെരുപ്പ നിരക്ക് ഡിസംബറിൽ അവസാനിച്ച വർഷത്തിൽ 3.4% ഉയർന്നതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് പുകയില വിലയും വിമാന നിരക്കും വർദ്ധിച്ചതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ജീവിത ചെലവ് കുറയ്ക്കുക തന്നെയാണ് തന്റെ 1-ാം നമ്പർ ശ്രദ്ധ എന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് വ്യക്തമാക്കി. കൺസർവേറ്റീവ് നേതാവ് മൈൽസ് സ്ട്രൈഡ് സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നും ആരോപിച്ചു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ട്രഷറി വക്താവ് ഡെയ്ഷി കൂപ്പ് കുടുംബങ്ങൾക്ക് ബില്ലുകൾ അടയ്ക്കുവാനും ഭക്ഷണം മേശപ്പുറത്ത് വെക്കുവാനും പാടുപെടുമ്പോൾ പണപ്പെരുപ്പം കുതിച്ചു വരുന്നത് സർക്കാരിന്റെ പരാജയത്തിന്റെ തെളിവാണെന്നും വിമർശിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. തീർത്ഥാടനം കഴിഞ്ഞ് നടയടച്ചപ്പോൾ 5.5 ലക്ഷം പാക്കറ്റ് ബിസ്ക്കറ്റ് മിച്ചം. മകരവിളക്കിന്റെ വലിയ തിരക്കിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കിട്ടാതെ വലഞ്ഞപ്പോഴും കൊടുക്കാതെയാണ് ഇത്രയും മിച്ചം വരുത്തിയത്. 550 ദിവസവേതനക്കാരാണ് ചുക്കുവെള്ള വിതരണത്തിലുണ്ടായിരുന്നത്. 18-ാം പടി കയറുവാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നവർക്ക് ഇവരാണ് വെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്തു വന്നത്. ഇതിനായി 78 ഡ്യൂട്ടി പോയിന്റുകളാണ് ക്രമീകരിച്ചിരുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തെ സ്റ്റോറുകളിലേക്ക് ബിസ്ക്കറ്റുകൾ കൊണ്ടുവരുമ്പോൾ നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം, മരക്കൂട്ടം, ശരംകുത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ വിതരണത്തിനായി ഇറക്കി കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഇറക്കി നൽകേണ്ടതില്ലെന്ന് വിജിലൻസ് നിർദ്ദേശം നൽകിയതോടെ സന്നിധാനത്ത് പോയി ബിസ്ക്കറ്റ് വാങ്ങാൻ ചുമന്നു കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ട് കാരണം നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം, മരക്കൂട്ടം, ശരംകുത്തി കേന്ദ്രങ്ങളിൽ മകരവിളക്ക് കാലത്ത് വിതരണം നടന്നില്ല. അതാണ് ഇത്രയും ബിസ്ക്കറ്റ് മിച്ചം വരാൻ ഇടയായത്. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ ബസ് കണ്ടെയ്നർ ട്രക്കുമായി ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം. നന്ദ്യാൽ ജില്ലയിലാണ് വ്യാഴം പുലർച്ചെ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് ട്രക്കിലിടിച്ചാണ് കയറിയത്. അപകടത്തിൽ തീപിടിച്ച് ബസ് പൂർണ്ണമായും കത്തിയമർന്നു. ബസ്സിൽ 36 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. നെല്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്ന ബസ്സിന്റെ ടയർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ബസ്സിന് നിയന്ത്രണം നഷ്ടമാവുകയും ഡിവൈഡർ മറികടന്ന് എതിർദിശയിൽ സഞ്ചരിച്ച ട്രക്കിൽ ഇടിക്കുകയുമായിരുന്നു. അപകടത്തിൽ ട്രക്കിലെ ഡ്രൈവറും ക്ലീനറും ബസ് ഡ്രൈവറുമാണ് മരിച്ചത്. ദേശീയപാതയിലെ ഉയരപ്പാതയിൽ പറക്കുളത്ത് വിള്ളൽ കണ്ട ഭാഗത്ത് 2 അടി താഴ്ചയിൽ മണ്ണു നീക്കിയപ്പോൾ ആഴത്തിൽ വിള്ളൽ കണ്ട ഭാഗത്ത് വീണ്ടും നിർമ്മാണം നടത്തരുതെന്ന നിർദ്ദേശം നിലവിലുള്ളപ്പോൾ കരാർ കമ്പനി അനധികൃതമായി നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് ജനകീയ സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരാർ കമ്പനിക്കാർ പോലീസിന്റെ സംരക്ഷണത്തിലാണ് ജോലി ആരംഭിച്ചത്. കൊട്ടിയം CI പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 11:30 ദേശീയപാത 66-ൽ പറക്കുളത്തിനും ESI ആശുപത്രി ജംഗ്ഷന് മധ്യയുള്ള ഉയരപ്പാതയിലാണ് സംഭവം. ഇനി കായിക വാർത്തകൾ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര വിജയത്തോടെ തുടങ്ങി ടീം ഇന്ത്യ. ഏകദിന പരമ്പരയിലെ തോൽവിയുടെ ക്ഷീണം മാറ്റുവാൻ നാഗ്പൂരിൽ ഇറങ്ങിയ ഇന്ത്യ 48 റൺസ് വിജയമാണ് സ്വന്തമാക്കിയത്. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് എടുത്തു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുക്കാൻ മാത്രമാണ് ന്യൂസിലൻഡിന് കഴിഞ്ഞത്. 40 പന്തിൽ 78 റൺസ് അടിച്ച ഗ്ലെൻ ഫിലിപ്സാണ് കിവീസിന്റെ ടോപ്പ് സ്കോറർ. മാർക്ക് ചാപ്സ്മാൻ, ഡാരിയൽ മിച്ചൽ, റോബിൻസൺ എന്നിവരും ബാറ്റിംഗിൽ തെരഞ്ഞെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കുവാൻ അവർക്കായില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്
122.94 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.